ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞുപോയേ എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും നിലവിളിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എല്ലാം ഡോളറിനെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതിന്റെ കാരണം പറയുന്നത് നമ്മൾ കുറച്ചു കാലം പുറകിലേക്ക് പോകേണ്ടി വരും. മുമ്പ് സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്ന കാലത്ത് സദ്ദാം ഹുസൈൻ അവരിനി എണ്ണ വിൽക്കുന്നത് ഡോളറിൽ വിൽക്കില്ല എന്നും അവർ യൂറോയിലെ വിൽക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാരണം ഉണ്ടാക്കി അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചു. അവിടെ ഇവർ പറഞ്ഞതുപോലെ മാസ് ഡിസ്ട്രക്ഷൻ വെപ്പണമൊന്നും അവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ ആ രാജ്യത്തെ നശിപ്പിച്ചു, സദ്ദാം ഹുസൈനെ കൊന്നുകളയുകയും ചെയ്തു. പിന്നെ വീണ്ടും പഴയതുപോലെയായി ഇറാഖ് എണ്ണ വിൽക്കുന്നത് അവർ വീണ്ടും ഡോളറിൽ തന്നെ അവർക്ക് വിൽക്കേണ്ടി വന്നു. അടുത്ത ഊഴം വന്നത് ഗദ്ദാഫിക്കാണ്. ലിബിയയുടെ ഭരണാധികാരിയായിരുന്നു ഗദ്ദാഫി. ഗദ്ദാഫി ഇതുപോലെ ഒരു സ്വർണത്തിന്റെ ബാക്കിംഗ് ഉള്ള ഒരു സ്വർണ്ണ ദിനാർ ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ നടത്താം, ഡോളർ ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നാറ്റോ ഒരു കാരണം ഉണ്ടാക്കി ലിബിയെ ആക്രമിച്ചു, ഈ ഗദ്ദാഫിയെ നശിപ്പിക്കുകയും ചെയ്തു. ലിബിയയുടെ ട്രാൻസാക്ഷനും പിന്നെയും പഴയതുപോലെ ഡോളറിലേക്ക് തിരിച്ചു വന്നു. എല്ലാം ഒരു പാറ്റേൺ നമുക്ക് കണ്ടെത്താൻ കഴിയും. അമേരിക്ക സാധാരണ നമ്മൾ ഏത് രാജ്യങ്ങളും കറൻസി അച്ചടിക്കുമ്പോഴത്തേക്കും അതിനൊരു സ്വർണത്തിന്റെ ബാക്കിംഗ് വേണം. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് നിക്സൺ ഡോളറിന് ഈ പറയുന്ന ഒരു സ്വർണത്തിന്റെ ബാക്കിംഗ് വേണ്ട, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അച്ചടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ ആക്ച്വലി ആ ഒരു കറൻസിയുടെ വില കുറയേണ്ടതാണ്. പക്ഷെ അമേരിക്കയുടെ ആ ഡോളറിന്റെ വില കുറഞ്ഞില്ല. ശേഷം തന്നെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഹെൻറി കിൻസിംഗർ സൗദിയുമായിട്ട് ഒരു കരാർ ഒപ്പുവെച്ചു. അതായത് സൗദിയുടെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും എണ്ണ മേടിക്കണമെങ്കിൽ അത് ഡോളർ വഴി മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നൊരു എഗ്രിമെന്റ് അവർ ഒപ്പുവെച്ചു. പകരമായിട്ട് സൗദിക്ക് അമേരിക്ക എപ്പോഴും സൈനിക സംരക്ഷണം കൊടുക്കാം എന്നുള്ള ഒരു ഡീല് അവർ തമ്മിൽ ഉണ്ടാക്കി. അതിനുശേഷം പിന്നെ ഡോളറിന്റെ വില കുറയാതെയുമായി. ലോകത്തിലെ ഏത് രാജ്യത്തിനും എണ്ണ വേണമെങ്കിൽ ഈ പറയുന്ന പെട്രോൾ ഡോളർ വേണം എന്നൊരവസ്ഥയിലെത്തിച്ചു. ഇതൊന്നും ഒരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന കാര്യമല്ല, മറിച്ച് അമേരിക്ക അവരുടെ സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഏത് രാജ്യം അവരുടെ ഈ ഒരു ഡോമിനൻസിനെ എതിർത്താലും ആ രാജ്യത്തിനെ അവർ ഇല്ലാതാക്കും. റഷ്യ അവരുടെ പ്രകൃതിവാദങ്ങൾ വിൽക്കുന്നത് അവരിന് റൂബിൾ ഉപയോഗിച്ച് വിൽക്കുവാൻ തീരുമാനിച്ചു. ഉടനെ തന്നെ റഷ്യയുടെ മേൽ ഉപരോധം വന്നു. റഷ്യ അവർ ഒതുക്കുകയും ചെയ്തു. പിന്നെ സിറിയയും അവർ ഡോളർ ഉപയോഗിക്കില്ല, പകരം ആൾട്ടർനേറ്റീവ് കറൻസി ഉപയോഗിച്ചിട്ട് അവർ എണ്ണ വിൽക്കുമെന്ന് തീരുമാനിച്ചു. സിറിയയുടെ മേൽ ഉപരോധങ്ങൾ വന്നു, അവിടെ ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടായി, ആ രാജ്യവും നശിച്ചു. ഇതേ ഗതി തന്നെയാണ് പിന്നീട് വന്ന മറ്റു രാജ്യങ്ങൾക്കും സംഭവിച്ചത്. ഇത് തന്നെയാണ് സംഭവിച്ചത്. അവരും ഡോളർ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ച നിമിഷം തന്നെ അവരുടെ മേലും ഉപരോധങ്ങൾ വന്നു. അവരെയും അമേരിക്ക ആക്രമിക്കുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ആ രാജ്യത്തിന്റെ മേല് അവർ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയും അവരെ സാമ്പത്തികമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവരും പിന്നെ പേടിച്ചിട്ട് വീണ്ടും പഴയതുപോലെ ഡോളർ തന്നെ വ്യാപാരങ്ങൾ നടത്താൻ തുടങ്ങി. അന്താരാഷ്ട്ര വ്യാപാരങ്ങളെല്ലാം നടക്കുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ്. ഈ സ്വിഫ്റ്റ് വഴി മാത്രമേ നമുക്ക് വിദേശ വ്യാപാരങ്ങളെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. അതെല്ലാം ഈ പറയുന്ന ഡോളർ കറൻസി ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊന്നും ഒരു ജനാധിപത്യമായ രീതിയല്ല, മറിച്ച് അമേരിക്ക അവരുടെ ആ ഒരു അതിശുദ്ധം സ്ഥാപിക്കാൻ വേണ്ടി അടിച്ചേൽപ്പിച്ചൊരു പരിപാടിയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ ഡോളർ ഉപയോഗിക്കാതെ അവരുടെ വേറൊരു കറൻസി ഉപയോഗിച്ചിട്ട് ഈ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബ്രിക്സിനെയും അമേരിക്ക എതിർക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിനിമയങ്ങൾ ഡോളർ ഇല്ലാതെ നടക്കുമെന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഡോളറിന്റെ മേലുള്ള ആശ്രിതത്വം ഇല്ലാതാവും. ലോകത്ത് നടന്ന ഏത് യുദ്ധം നോക്കിയാലും ആ യുദ്ധങ്ങൾക്കെല്ലാം അതിന്റെ എല്ലാം പിന്നിൽ ഈ ഒരു കറൻസിയുടെ താല്പര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഗദ്ദാഫിയുടെ മേലിൽ നടന്ന യുദ്ധമായാലും, സദ്ദാം ഹുസൈന്റെ മേലിൽ നടന്ന യുദ്ധമായാലും, ഇറാന്റെ മേലിൽ നടന്ന ഉപരോധമായാലും, റഷ്യയോട് അവർ കാണിക്കുന്ന ഈ പറഞ്ഞ ഉക്രൈൻ വാറെല്ലാം ഇതിന്റെ ഒരു അനുരണനം മാത്രമാണ്. ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിലായിരുന്ന ട്രംപ് ഒരു ദിവസം രാവിലെ തന്നെ മോഡിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ഇന്ത്യ ഒരു ഡെഡ് എക്കണോമിയാണെന്ന് പറയാനും മോഡിക്കെതിരെ തിരിയാനുള്ള കാരണം മനസ്സിലായില്ലേ? നരേന്ദ്രമോദിയും ഈ പറയുന്ന ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്, നമ്മുടെ ട്രാൻസാക്ഷൻ എല്ലാം ഇപ്പം കഴിവതും നമ്മൾ ഗൾഫുമായിട്ടും നമ്മുടെ റഷ്യയുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയും നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ രൂപയിൽ നടത്താനും ശ്രമിക്കുകയാണ്. അതായത് നമുക്ക് ഡോളറിന്റെ മേലുള്ള ഈ ഒരു ഡിപ്പെൻഡൻസി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി ശ്രമിച്ചത്. അതുകൊണ്ടാണ് ട്രംപിന് മോഡിയോട് ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയൊരു വിരോധം ഉണ്ടായത്. അന്താരാഷ്ട്ര വിനിമയങ്ങൾക്ക് ഡോളറിന്റെ മേലുള്ള ഡിപ്പെൻഡൻസി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മോഡി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് മോഡിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ട്രംപ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഡിയെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ കടമയാണ്.